എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സോൾ സൊസൈറ്റി ആയിരിക്കും കാണിക്കുക. അവിടെ സീനിയർ സോൾ റീപ്പർ ആയിട്ടുള്ള മൊട്ട ആളാണെങ്കിൽ എല്ലാ സോൾ റീപ്പേഴ്സിനെയും ക്യാപ്റ്റൻസിനെയും അവിടേക്ക് വിളിച്ചു വരുത്തി ഇപ്പൊ ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സീനിയർ ക്യാപ്റ്റൻ ആണെങ്കിൽ അവരോട് പറയും, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട സോൾ റീപ്പർ ക്യാപ്റ്റന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ സോൾ സൊസൈറ്റിയുടെ സ്ട്രെങ്ത് അതിപ്പോൾ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ സോൾ സൊസൈറ്റിയുടെ സിറ്റുവേഷനിൽ ഹോളോസ് വന്ന് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം അത് കണ്ടെത്തിയേ പറ്റൂ. ക്യാപ്റ്റൻസ് എല്ലാവരും ഈ കാര്യം കേട്ട് പരസ്പരം ചില കാര്യങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്. ക്യാപ്റ്റൻ ഐസൻ ആള് നിസ്സാരക്കാരനല്ല, അദ്ദേഹത്തിന് നല്ല പവറും കഴിവും ഒക്കെ ഉണ്ടായിരുന്നു. സോ പുതുതായിട്ട് വരുന്ന ആ 3 പേരിൽ ഒരാൾ എന്തായാലും ക്യാപ്റ്റൻ ഐസന്റെ അത്രയും പവറുള്ള ഒരാൾ തന്നെയായിരിക്കണം. അതിനുവേണ്ടി മിനിമം ഒരു വർഷമെങ്കിലും ട്രെയിനിങ് എടുത്തേ പറ്റൂ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഹീറോയെ കാണിക്കും. ഹീറോയുടെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴും ലാസ്റ്റ് നൈറ്റ് കണ്ട ആ ഒരു വിഷ്വലാണ്. ഒർഹിബ അവള് ആ ഒരു ഹെൽ ഡോറിലൂടെ അകത്തേക്ക് പോയി. എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? ആരായിരിക്കും അവളെ അതിലൂടെ അകത്തേക്ക് കൊണ്ടുപോയത്? അവളെ എങ്ങനെ തിരികെ പിടിക്കാം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഹീറോ ആണെങ്കിൽ അങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കും. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ റാഞ്ചിയോടും മുടിയനോടും അങ്ങനെ അവന്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാണ്. അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഒർഹിബ അവള് ഒരു ഡെവിൾ ഡോറിലൂടെ അകത്തേക്ക് പോയി. എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ആരെയായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. അതിനുശേഷം സ്ട്രെയിറ്റ് ഇപ്പൊ ഒർഹിബയുടെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. അവര് ഡോറൊക്കെ തല്ലി പൊട്ടിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി ആ ഒരു ഫ്ലാറ്റിന്റെ അകത്തേക്ക് കടന്നു വരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കള്ളന്മാരെ പോലെ ഇപ്പൊ അവളുടെ ഫ്ലാറ്റിന്റെ അകത്തേക്ക് കയറി വരും. അതിനുശേഷം അവളുടെ ഫ്ലാറ്റിന്റെ മൊക്കും മൂലയും അവൻ പരിശോധിക്കുകയാണ്. ഫ്രിഡ്ജിനകത്താണെങ്കിൽ 2 പേര് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി അവൻ കാണും. അവൻ അതാണെങ്കിൽ ഇച്ചിഗോയ്ക്ക് കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവർ ടേബിൾ ചെക്ക് ചെയ്യും. ടേബിളിലും 2 കോഫി കപ്പ്. സോ ലാസ്റ്റ് നൈറ്റ് ഒർഹിബയുടെ അടുത്തേക്ക് ആരോ വന്നിട്ടുണ്ട്. അവൻ തന്നെയായിരിക്കാം ഒർഹിബയെ ഒരുപക്ഷെ അവളെ ആ ഈവിൾ വേൾഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഒർഹിബയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതും പരിചയമുള്ളതുമായ ആരോ ഒരാൾ തന്നെയാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെ നമ്മുടെ ആൾക്കാർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും റാഞ്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരിക. അവൻ കോൾ അറ്റൻഡ് ചെയ്യും. ഉടനെ ഓപ്പോസിറ്റുള്ള ആൾ പറയും, നിങ്ങളുടെ ഫ്രണ്ട് അവളിപ്പോൾ എന്നോടൊപ്പമാണ് ഉള്ളത്. എനിക്കറിയാം അവൾ നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടവളാണെന്ന്. അവളെ തിരികെ വേണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഒരേ ഒരു ചെറിയ ഗെയിം, അത് എന്നോടൊപ്പം നിങ്ങൾ കളിക്കണം. 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ബാറിലേക്ക് എത്തണം. അവിടെ വെച്ചായിരിക്കും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ ഒർഹിബയുടെ ജീവൻ അത് എന്നേക്കുമായിട്ട് ഇല്ലാതാവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം കോൾ കട്ട് ചെയ്ത് ഉഷാറായിട്ട് ബാറിന്റെ അടുത്തേക്ക് ചാടി ഓടും. അവരാണെങ്കിൽ പരസ്പരം മത്സരിച്ചും റേസ് ഒക്കെ വെച്ചാണ് ഇപ്പൊ ബാറിന്റെ അടുത്തേക്ക് എത്തുക. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ബാറിനടുത്തുള്ള ഒരു പാർക്കിലേക്ക് വരും. അടുത്ത നിമിഷം അവിടെയുള്ള ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിലേക്ക് കോള് വരികയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ കോള് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ കിഡ്നാപ്പറാണ് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. ഇച്ചിഗോ ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യും. കിഡ്നാപ്പർ ആണെങ്കിൽ ഹീറോയോട് പറയും, ഫസ്റ്റ് ലെവൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ലെവൽ വെറും 3 മിനിറ്റ് കൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുക എന്നതാണ്. അത് കേൾക്കേണ്ട താമസം ഹീറോ കോള് കട്ട് ചെയ്ത് അവന്റെ ഫ്രണ്ട്സുമായിട്ട് അടുത്തത് സൂപ്പർ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് പോകും. അവർ സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ അവിടെ ദൂരത്തായിട്ട് ഒരു ഫോൺ ബെല്ലടിക്കും. അവരത് എടുക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരാൾ ആ കോൾ അറ്റൻഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ സെക്കൻഡ് ലെവലിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ സാഡായി വീണ്ടും ഒരുപാട് വിഷമത്തിൽ ഒർഹിബയുടെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി അങ്ങനെ കടന്നു വരും. പക്ഷെ ഇത്തവണ അവർ ഒർഹിബയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ മറ്റൊരു ബമ്പർ ട്വിസ്റ്റ് അവിടെ ഉണ്ടാവും. ഒർഹിബയുടെ വീട്ടിൽ ഇപ്പോൾ ആരുടെ പെരുമാറ്റം അവർക്ക് മനസ്സിലാവുകയാണ്. അവർ ഡോർ നോക്കുകയും അടുത്ത സെക്കൻഡ് ഒരാൾ ഡോർ ഓപ്പൺ ചെയ്യും. ഡോർ ഓപ്പൺ ചെയ്തത് മറ്റാരുമല്ല, ഇത്രയും നേരവും അവർ അന്വേഷിച്ച് നടന്ന സാക്ഷാൽ ഒർഹിബ തന്നെ. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഡബിൾ ഷോക്ക്. അവർ വണ്ടർ അടിച്ച് ഇപ്പൊ അവളോട് ചോദിക്കും, ഒർഹിബ നീ എവിടെയായിരുന്നു? ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയെ? ഇത്രയും സമയവും നിനക്ക് വേണ്ടി ഞങ്ങൾ അലഞ്ഞു നടക്കുമായിരുന്നു. അത് കേട്ട് ഒർഹിബയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. നിങ്ങൾ എന്താ ഈ പറയണേ? എന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ മുൻപ് എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ചോദ്യങ്ങളും അവളുടെ സംസാരമൊക്കെ കേട്ട് അങ്ങനെ വണ്ടർ അടിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. മുടിയനാണെങ്കിൽ ഇച്ചിഗോട് പറയും,
തീർച്ചയായിട്ടും ഒറിഹിബയെ തട്ടിക്കൊണ്ടു പോയവര് ഇവളുടെ മെമ്മറി അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവളിങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത്. അത് കേൾക്കേണ്ട താമസം ഒറിഹിബ അവൾ മുടിയനെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറും 4 ഇട്ടി കൊടുക്കും. ഇച്ചിഗോ ആണെങ്കിൽ ഇപ്പൊ ഒറിഹിബയുടെ ഫേസിലേക്ക് കറക്റ്റായിട്ട് നോക്കും. അവളുടെ മുഖത്ത് എന്തൊക്കെയോ ചേഞ്ചസ്. അവളുടെ കണ്ണാണെങ്കിൽ അങ്ങനെ റെഡ് കളറിൽ തിളങ്ങാനായിട്ട് തുടങ്ങും. ഇച്ചിഗോ വിളിച്ചു പറയും, ഇത് നമ്മുടെ ഒറിഹിബ അല്ല. അടുത്ത നിമിഷം 2-3 ആൾക്കാർ പുറത്തേക്ക് വരും. ആക്ച്വലി ഇവരാണ് ഒറിഹിബയെ തട്ടിക്കൊണ്ടുപോയ ആ യഥാർത്ഥ വില്ലന്മാര്. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ചാടി നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് 2 ടീമും വമ്പൻ ആയുധങ്ങളും ആക്ഷനും ഒക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റിന്റെ ഇടയിൽ ആ വില്ലന്മാരെല്ലാവരും ചേർന്ന് മുടിയനെ അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ മുടിയനെ തിരിച്ചു പിടിക്കാനോ രക്ഷിക്കാനോ കഴിയില്ല. അടുത്ത നിമിഷം അവരെല്ലാവരും ഇപ്പോൾ ഉറഹറയുടെ അടുത്തേക്ക് ഓടി വരും. ഉറഹറയാണെങ്കിൽ എപ്പോഴത്തേതും പോലെ ഹായ് ആയിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ നടന്ന കാര്യങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഉറഹറയോട് പറയും. പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം. ഒറിഹിബയുടെയും മുടിയന്റെയും ജീവിതം അത് അപകടത്തിലാണ്. എത്രയും വേഗം അവരെ കണ്ടെത്തണം. ആ കാര്യങ്ങളെല്ലാം കേട്ട് ഉറഹറ ആള് തീർത്തു പറയും, ഉറപ്പായാലും ആ കിഡ്നാപ്പേഴ്സ് സാധാരണ ഹ്യൂമൻ ബീങ്സ് അല്ല. സോൾ റീപ്പേഴ്സിനെ പോലെ എന്തൊക്കെയോ പവറുള്ള മറ്റാരൊക്കെയോ ആണ്. അവരെ കണ്ടെത്താൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് ഉറഹറയാണെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാർ ഒറിഹിബയെയും മുടിയനെയും അവർ 2 പേരെ അന്വേഷിച്ച് ഇപ്പോ വലിയൊരു മ്യൂസിയത്തിന് മുൻപിലേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു വലിയ മ്യൂസിയം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ കിഡ്നാപ്പേഴ്സിന്റെ കോട്ട അത് ഇവിടം തന്നെയാണെന്ന്. നമ്മുടെ ആൾക്കാർ പതിയെ ആ മ്യൂസിയത്തിലേക്ക് കയറി മുക്കിലും മൂലയിലും അന്വേഷിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ അവർക്കാണെങ്കിൽ തങ്ങൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊന്നും ഇനി എവിടേക്ക് പോകണം എന്നൊന്നും മനസ്സിലാവില്ല. അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവർക്ക് മനസ്സിലാവും ആ കിഡ്നാപ്പേഴ്സ് അവര് നമ്മുടെ ആൾക്കാരെ വലിയൊരു ലൂപ്പിൽ പെടുത്തിയിരിക്കുകയാണെന്ന്. അടുത്ത നിമിഷം ഒരു ചെമ്പമുടിയൻ അവനാണെങ്കിൽ ഇപ്പൊ കണ്ണാടി പയ്യനെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതിന് കണ്ണാടി പയ്യൻ അവനവന്റെ പവർ ഉപയോഗിച്ച് ആ ചെമ്പമുടിയനെ ആഞ്ഞടിക്കും. ഓൺ ദ സ്പോട്ട് എന്തോ ഒരു പില്ല് അതവൻ പുറത്തേക്ക് സ്പിറ്റ് ചെയ്ത് താഴേക്ക് വീഴും. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും ഈ ഒരു പില്ല് അതാണ് അവർക്ക് എക്സ്ട്രാ പവർക്ക് കൊടുക്കുന്നതെന്ന്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട് അവരങ്ങനെ ഉഷാറായിട്ട് പുറത്തേക്ക് ചാടി ഓടി കടന്നു കളയാണ്. പക്ഷെ എന്താ, ഒറിഹിബയെയും മുടിയനെയും അവർ 2 പേരെയും അവർക്ക് അവിടെ വെച്ച് കണ്ടെത്താൻ കഴിയും. അവർക്കാണെങ്കിൽ ആ ഒരു സൈഡ് അത് കാണുമ്പോൾ മോഡ്സോളിന്റെ മേലെ ചെറിയ ഡൗട്ടൊക്കെ തോന്നും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇച്ചിഗോയെയും റാഞ്ചിയെയും അവർ 2 പേരെയും ഒരിടത്ത് കെട്ടിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ കാണും. റിയൽ ഉച്ചയാണെങ്കിൽ ഇപ്പോ അവർ 2 പേരെയും കണ്ട് ഷോക്കാവും. ഉറഹറ അവൻ ഒരിക്കലും എന്നെയും റാഞ്ചിയെയും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോവില്ല, ഇവിടെ എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരങ്ങനെ ടെൻഷനായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.